ഹായ് മക്കളെ, നമുക്ക് ഈ ഒരു വർഷം ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ടല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വോള്യത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ സോളിഡ് ഷേപ്പിനും ഓരോ വോള്യത്തിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം? അതിനൊരൊറ്റ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ആദ്യം നമുക്ക് ക്യൂബിൻ്റെ കേസ് എടുക്കാം. ക്യൂബിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആണ് അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? ബേസ് ഏരിയ, അതായത് എ ഇൻറ്റു എ സ്ക്വയർ. ഹൈറ്റ് എന്ന് പറയുന്നത് എ ആയതുകൊണ്ട് തന്നെ എ ക്യൂബ് എന്ന് വോള്യത്തിൻ്റെ ഇക്വേഷൻ വരും. ഇനി അടുത്ത നമുക്കൊരു ക്യൂബോയിഡ് നോക്കാം. ക്യൂബോയിഡിൻ്റെ ബേസ് റെക്ടാങ്കിൾ ആണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. റെക്ടാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതിൻ്റെ കൂടെ ഹൈറ്റ് കൂടെ വരുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് നമ്മളുടെ ക്യൂബോയിഡിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സിലിണ്ടറിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് സിലിണ്ടറിൻ്റെ ബേസ് എന്ന് പറയുന്നത്? സർക്കിൾ ആണല്ലേ. സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എന്ന് വരും. അതിൻ്റെ കൂടെ ഹൈറ്റ് കൂടെ വരുമ്പോൾ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഇതാണ് സിലിണ്ടറിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് ഷേപ്പുകൾക്ക് നമ്മൾ എന്ത് പഠിച്ചിട്ടില്ല? ഇക്വേഷൻ വേറെ വേറെ ആയിട്ടല്ല പഠിച്ചത്, ഒറ്റ ഇക്വേഷനാണ് പഠിച്ചത്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് എല്ലാ ഷേപ്പിനും പറ്റുമോന്ന്? ഇല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. ചില ഷേപ്പുകൾക്ക് ഹൈറ്റിനനുസരിച്ച് രൂപം മാറി മാറി വരും. അതായത് നമ്മളിപ്പോൾ പിരമിഡിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഹൈറ്റ് വൈസ് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷേപ്പ് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷേപ്പുകൾ, അതായത് കോൺ ആയിക്കോട്ടെ, പിരമിഡ് ആയിക്കോട്ടെ, സ്ഫിയർ ആയിക്കോട്ടെ, ഈ മൂന്ന് ഷേപ്പുകൾക്കും ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. സ്ഫിയറിൻ്റെ കേസിൽ 4/3 പൈ ആർ ക്യൂബ് എന്നും, നമ്മളുടെ ബാക്കി രണ്ട് ഷേപ്പ് അതായത് പിരമിഡും കോണും വരുന്ന സമയത്ത് 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഈ ഒരു വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് എല്ലാ ഇക്വേഷൻസും ഈസി ആയിട്ട് പഠിച്ചിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇനി വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച് ഉള്ളത്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ സീറ്റ് ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും തന്നെ ചാൻസ് മിസ് ചെയ്യേണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യാം.